എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന് തുടക്കത്തിൽ അലീനയുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതിക്കുട്ടി. ഈ സമയം അലീനയോടായി തനിക്കുണ്ടായ ഒരു സംശയം രേവതി പറയുന്നു. അതെന്താണെന്നാൽ ആഗ്രയിൽ വെച്ചിട്ടാണ് സംഭവമെങ്കിൽ ചേച്ചിയുടെ അച്ഛൻ ഒരു നോർത്ത് ഇന്ത്യക്കാരനായിരിക്കുമോ? ഇത് കേൾക്കുന്ന അലീന, നീ മിണ്ടാതെ അവിടെ ഇരുന്നോ, എന്തൊക്കെയാ നീ പറയുന്നേ? അതായത് മാഡത്തിന്റെ ബ്രദർ ഒരു വലിയ പട്ടാളക്കാരൻ, അങ്ങനല്ലായിരുന്നോ മനുവേട്ടൻ പറഞ്ഞത്? ആ ബ്രദറിന്റെ ഫാമിലിയുടെ കൂടെ അപ്പോൾ 2 വർഷം മാഡം ആഗ്രയിൽ താമസിച്ചില്ലേ? ഇരുന്നപ്പോൾ ഏതെങ്കിലും പട്ടാളക്കാരൻ മാഡത്തെ കയറി അങ്ങ് പ്രേമിച്ചു കാണും. വലിയ സുന്ദരിയായിരുന്നു മാഡം എന്നൊക്കെയല്ലേ പറച്ചില് എന്ന് രേവതിക്കുട്ടി അലീനയോടായി പറയുന്നു. ഇത് കേൾക്കുന്ന അലീന മറുപടിയായി, അതിപ്പോഴും മാഡം സുന്ദരിയല്ലേ? ഇത് കേൾക്കുന്ന രേവതിക്കുട്ടി, കുറെ സൗന്ദര്യമുണ്ടായിട്ട് എന്താ കാര്യം, സ്വഭാവം ഇങ്ങനല്ലേ? ഇത് കേട്ടിടം തന്നെ അലീന, നീ എന്തമ്മേ കുറ്റം പറയില്ല കേട്ടോടി. ഇത്രയും കേൾക്കുന്ന രേവതിക്കുട്ടി, ഓ ഒരമ്മയും മോളും, ഇതുപോലൊരു അമ്മയും മോളും വേറെ എങ്ങും കാണത്തില്ല. ഇതിനുശേഷം അലീന താൻ രോഹിത്തിനെ വിളിച്ചിരുന്നുവെന്നും അവനെ ശരിക്കും വിരട്ടിയിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ഫോൺ തിരിച്ചുകൊണ്ട് തന്നില്ലെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ ഫോൺ ഹരി എറിഞ്ഞു കളഞ്ഞു എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. മാത്രമല്ല ഇപ്പോൾ അവൻ എന്നോട് ഇച്ചിരി പേടിയൊക്കെയുണ്ട്. അതിനുശേഷം രേവതി അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും മുത്തശ്ശിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയണേ. മുത്തശ്ശിയുടെ മകള് 22 വർഷങ്ങൾക്ക് മുമ്പ് പ്രസവിച്ച മുത്തശ്ശിയുടെ കൊച്ചുമോളാണ് ഇപ്പോൾ മുൻപിൽ വന്ന് നിൽക്കുന്നതെന്ന്. ഇത് കേൾക്കുന്ന അലീന, നീ ഒന്ന് പോടി, ചുമ്മാ വായിൽ തോന്നുന്നതൊക്കെ പറയാനുള്ളതാണോ വാക്കുകൾ? അല്ല ചേച്ചി, അവർക്ക് പ്രായമൊക്കെ ആയില്ലേ, മരിക്കുന്നതിന് മുമ്പ് അവരറിയണ്ടേ സ്വന്തം കൊച്ചുമോളാണ് ഈ കണ്ണിലുണ്ണി പോലെ ഇങ്ങനെ മുത്തശ്ശിയെ നോക്കുന്നതെന്ന്. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് രേവതിക്കുട്ടി. പക്ഷേ തനിക്ക് അതിനൊന്നും കഴിയില്ലെന്നും മാത്രമല്ല നമ്മളുടെ മമ്മിക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആരോടും ഒന്നും പറയില്ല എന്ന് അലീന പറയുന്നു. ഈ സമയം ആൻറ്റി വിളിച്ചത് കാരണം രേവതിക്കുട്ടി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സമയം ആൻറ്റി രേവതിക്കുട്ടിയോടായി, ആരോടായിരുന്നു ഫോണിൽ കിന്നാരം, അതും ഞങ്ങളൊന്നും അറിയാതെ? അത് മറ്റാരുമല്ലായിരുന്നുവെന്നും അത് അലീന ചേച്ചി ആയിരുന്നുവെന്നും അവരോട് രേവതി പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും രേവതിയെ വിടാൻ കൂട്ടാക്കാതെ അവർ പിന്നാലെ തന്നെ ചെല്ലുകയാണ്. എന്താണ് ഞങ്ങളൊന്നും കേൾക്കാൻ പാടില്ലാത്ത മാത്രം ഇത്ര രഹസ്യം? ഞങ്ങൾ രഹസ്യമാണ് പറഞ്ഞതെന്ന് ആൻറ്റിക്ക് എങ്ങനെ മനസ്സിലായി? അത് നിന്റെ നിൽപ്പും രീതിയും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായെന്ന് അവളോട് പറയുന്നുണ്ട് ആൻറ്റി. മാത്രമല്ല ഒരാളുടെ ഫോൺ വിളി കാണുമ്പോൾ തന്നെ ആരാണ് അപ്പുറത്ത് വശത്ത് സംസാരിക്കുന്നത്, അത് ആണാണോ പെണ്ണാണോ സുഹൃത്താണോ, അതോ അവർ തമ്മിൽ എന്ത് വിഷയത്തെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്, രഹസ്യമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ആൻറ്റി അവളോട് പറയുന്നു. വീണ്ടും ആൻറ്റി നിർബന്ധിക്കുമ്പോൾ അവൾ ആ സത്യം പറയാൻ നിർബന്ധിതയാവുകയാണ്. ആൻറ്റി അത് എന്താന്ന് വെച്ചാൽ, അന്ന് അലീന ചേച്ചി ആശുപത്രിയിലായ ആ കാര്യമുണ്ടല്ലോ, അതായത് വയറ്റിലേക്ക് കത്തി കുത്തിക്കേറിയുണ്ടായ അപകടം, അത് കത്തി താനേ കുത്തിക്കയറിയതല്ല, സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ചേച്ചി തനിയെ വയറ്റിലേക്ക് കുത്തിക്കയറ്റിയതാണ്. ഇത് കേൾക്കുന്ന ആൻറ്റി ആകെ പരിഭ്രാന്തിയിലാവുകയാണ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് രേവതിയോട് എടുത്ത് ചോദിക്കുന്നു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്ന് രേവതിയോട് അവർ ചോദിക്കുന്നുണ്ട്. അന്നൊരു ദിവസം ഞാൻ ഒത്തിരി പ്രാവശ്യം വിളിച്ചിട്ടും അലീന ചേച്ചിയെ ഫോണിൽ കിട്ടാതായ ഒരു ദിവസം ഉണ്ടായിരുന്നില്ലേ? അന്ന് രോഹിത്തും ഹരിശങ്കറും കൂടെ ചേർന്ന് അലീന ചേച്ചിയെ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അലീന ചേച്ചി സ്വയം അങ്ങനെ ചെയ്തത്. ഇത് കേൾക്കുന്ന ആൻറ്റി ശരിക്കും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. തുടർന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് വളരെ വിശദമായി തന്നെ അവൾ ആൻറ്റിയോട് എല്ലാമായി പറയുന്നു. അവരുടെ പിടിയിലാവുന്നതിലും ഭേദം മരിക്കുകയാണെന്ന് അലീന ചേച്ചി അങ്ങ് തീരുമാനിച്ചു. അതാണ് ചേച്ചി അങ്ങനെയൊക്കെ ചെയ്തത്. ഇതൊന്നും ആരും അറിഞ്ഞില്ലേ എന്ന് ആൻറ്റി ചോദിക്കുന്നുണ്ട്. കാരണം കസേരയിൽ നിന്ന് വീണപ്പോൾ കത്തി കൊണ്ടതാണെന്നല്ലേ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ചേച്ചി ആദ്യം എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പോലീസ് വന്ന് ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെ പറയാൻ കാരണം, അല്ലെങ്കിൽ പോലീസ് രോഹിത്തിനെയും ഹരിശങ്കറിനെയും ജയിലിലടക്കില്ലേ, അവരുടെ ജീവിതം അങ്ങനെ നശിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ളവന്മാർ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ആൻറ്റി. അങ്ങനെയല്ല ആൻറ്റി, അലീന ചേച്ചി നോക്കിയപ്പോൾ ആ കുടുംബം മൊത്തത്തിൽ ഇല്ലാണ്ടായി പോവും. ആ ബാലചന്ദ്രൻ സാറൊക്കെ എന്ത് നല്ല മനുഷ്യരാണെന്നറിയുമോ? പിന്നെ മനുച്ചേട്ടൻ്റെ സ്വന്തം അനിയനാണ് ഈ ഹരിശങ്കർ. മനു എന്ന് പറയുമ്പോൾ നമ്മളെന്ന് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് കണ്ട ആളല്ലേ എന്ന് ആൻറ്റി ചോദിക്കുന്നു. അതെ എന്ന് രേവതിയും പറയുന്നു. അതെ ആൻറ്റി, ആ ചേട്ടനാണ് ഹോസ്പിറ്റലിൽ ചേച്ചിയുടെ ബൈസ്റ്റാൻഡറായി നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കിയത്. അതുകൊണ്ട് തന്നെ അലീന ചേച്ചി മനുവേട്ടനോട് മാത്രമേ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൂ.
അപ്പോൾ അലീന ബാലചന്ദ്രമേനോനോട് പോലും പറഞ്ഞിട്ടില്ലേന്ന് അലീന ചോദിക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റിയാണ് ഇപ്പോൾ അലീന ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് രേവതി പറയുന്നു. സാറിനോടും മാഡത്തിനോടും കൂടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. പക്ഷേ ചേച്ചി അതിനൊന്നും കൂട്ടാക്കുന്നില്ല. എന്തൊക്കെയായാലും നീ ഇത്രയും ദിവസം ഈ വിവരം ഞങ്ങൾ രണ്ടുപേരുടെ അടുത്തു നിന്നും മറച്ചു വെച്ചില്ലേ? നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് പരിഭവത്തോടെ ആൻറ്റി അവളോട് പറയുന്നു. ഇത് കേൾക്കുന്ന രേവതി എന്നെ വിശ്വസിക്കാൻ കൊള്ളാം, അതുകൊണ്ടല്ലേ ഞാൻ ഈ രഹസ്യം ഇത്രയും നാൾ സൂക്ഷിച്ചു വെച്ചത്. ഇത് കേൾക്കുന്ന ആൻറ്റി അവളോടായി വലിയ കേമിയാ, അക്കാര്യം സമ്മതിച്ചു. തൻ്റെ വീട്ടിലേക്ക് വരുന്ന ബാലചന്ദ്രൻ വീട്ടിൽ നിന്നും മടങ്ങുന്ന 2 കന്യാസ്ത്രീകളെ കാണുന്നു. എന്തിനായിരിക്കും വീട്ടിലേക്ക് വന്നതിനെ പറ്റി അയാൾ ആലോചിക്കുന്നു. ഈ സമയം ബാലചന്ദ്രന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മേശ ഒരുക്കുകയാണ് അലീന. എല്ലാ കറികളും കൊണ്ടുവച്ചതിന് ശേഷം അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങുന്ന അലീനയോട് ബാലചന്ദ്രൻ അവിടെ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം തൻ്റെ കൂടെ അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ആവശ്യപ്പെടുന്നു. ബാലചന്ദ്രൻ അങ്ങനെ ചോറ് വിളമ്പി കൊടുക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീന ബാലനോടായി പറയുന്നു, ഇപ്പോൾ മാഡം ഇതും കണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരണം, അപ്പോൾ നല്ല രസമായിരിക്കും. ഇത് കേൾക്കുന്ന ബാലൻ, അതിന് നമ്മൾ കള്ളത്തരമൊന്നും ചെയ്യുന്നില്ലല്ലോ. കുറച്ചു മുമ്പ് വന്ന കന്യാസ്ത്രീകൾക്ക് നീ എത്ര പണം കൊടുത്തു എന്ന് ബാലൻ തിരക്കുന്നുണ്ട്. അല്പം മടിച്ചു നിൽക്കുന്ന അലീനയോട് മടിക്കണ്ട, നീ എത്ര കൊടുത്തെന്ന് പറഞ്ഞോളൂ എന്ന് ബാലൻ പറയുന്നു. ഞാൻ 2000 രൂപ കൊടുത്തെന്ന് അലീന പറയുന്നു. ഇത് കേൾക്കുന്ന ബാലൻ, നീ ബാലചന്ദ്രമേനോനെക്കാട്ടിലും വലിയ പണക്കാരിയായോ? ഞാൻ 250 രൂപയാണ് സാധാരണ കൊടുക്കാറ്, കൂടിപ്പോയ 500. ഇത് കേൾക്കുന്ന അലീന, സാറിന് അത്രയും രൂപയൊക്കെ കൊടുത്താൽ മതിയാകുമായിരിക്കും. പക്ഷേ സാറിന് അറിയില്ലല്ലോ ഒരു ഓർഫനേജിലെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത്. 22 കൊല്ലം അനാഥാലയത്തിൽ ജീവിച്ച എനിക്ക് അക്കാര്യമൊക്കെ നന്നായിട്ടറിയാം. എന്നാലും സ്വന്തമായൊരു കരുതൽ വേണ്ടേ എന്ന് അലീനയോട് ചോദിക്കുന്നു. ഇപ്പോൾ അലീന മറുപടിയായി, ഒരു അനാഥാലയത്തിൻ്റെ ദാരിദ്ര്യം എന്താണെന്നറിഞ്ഞാൽ സാറും കൊടുക്കും മാസാമാസം 5000-ഉം 10000-ഉം ഒക്കെ. നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ അവകാശമുള്ളവരാണ് അവിടെയുള്ളവരും. അതൊക്കെ എന്തുമാകട്ടെ, പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, നിന്റെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെയൊക്കെ ചോർന്നു പോകുന്നുണ്ട്. ഓട്ടക്കൈയാണല്ലേ എന്ന് കളിയാക്കലോടെ ബാലചന്ദ്രൻ അലീനയോടായി പറയുന്നു. അതെന്തെങ്കിലുമൊക്കെ ആകട്ടെ, നീ വേഗം ഭക്ഷണം കഴിക്കുക, ഊണ് കഴിഞ്ഞിട്ട് നമ്മൾക്കൊന്ന് പുറത്തേക്ക് പോകണം. എവിടേക്കാണെന്ന് അലീന ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാം, പെട്ടെന്ന് റെഡി ആയിക്കോണം. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നറിയാതെ മടിച്ചിരിക്കുന്ന അലീനയോട്, പേടിക്കണ്ട, നിന്നെ കൊല്ലാനൊന്നുമല്ല ഞാൻ കൊണ്ടുപോകുന്നത്. അല്ല സർ, മുത്തശ്ശി ഉണ്ടല്ലോ ഇവിടെ, അതോർത്ത് നീ വിഷമിക്കണ്ട. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഒരു അരമണിക്കൂർ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് പോയി വരാം. ഭക്ഷണം കഴിച്ച ശേഷം അലീന അങ്ങനെ മുത്തശ്ശിയുടെ മുറിയിൽ പോയി പെട്ടെന്ന് തന്നെ റെഡിയാവുകയാണ്. നിങ്ങൾ പോയിട്ട് എപ്പം വരുമെന്ന് മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ട്. കാരണം വീട്ടിൽ ആരുമില്ലല്ലോ എന്ന് അതിനിടയിൽ മുത്തശ്ശി അലീനയോടായി പറയുന്നു. മുത്തശ്ശിയോടായി അലീന, സാറ് പറയുമ്പം പോകാതിരിക്കാനായി പറ്റുമോ? ഈ സമയം മുറിയിലേക്ക് വരുന്നു ബാലചന്ദ്രൻ. റെഡിയായെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് അലീനയോട് പറയുമ്പോൾ, സർ മുത്തശ്ശി ഇവിടെ തനിയല്ലേ ഉള്ളൂ എന്ന് ബാലനോടായി അലീന ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ബാലൻ മുത്തശ്ശിയോടായി പറയുന്നു, മുത്തശ്ശി ഒരു അരമണിക്കൂർ അത്രയും എടുക്കൂ, പെട്ടെന്ന് തന്നെ ഇവിടെ ഇങ്ങ് തിരിച്ചുകൊണ്ട് വിട്ടേക്കാം. ഇത് കേൾക്കുന്ന മുത്തശ്ശി സമ്മതഭാവത്തിൽ, ഇതിനെന്താ അരമണിക്കൂറല്ല 1.5 മണിക്കൂറായാലും കുഴപ്പമില്ല, ഇവളെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നു. മുത്തശ്ശിയോടായി പോരുന്നതിന് മുമ്പ് ബാലചന്ദ്രൻ, ഇവളുടെ കയ്യിൽ 10 പൈസ ഇരിക്കില്ല, എങ്ങാനും വല്ലോ കാശും വന്നാൽ ആർക്കെങ്കിലും ഒക്കെ അത് കൊടുത്തു തീർക്കണം. പൊതുവെയുള്ള ആളുകളുടെ സ്വഭാവം അനുസരിച്ച് മറ്റുള്ളവരുടെ ഇരിക്കുന്ന കാശ് കൂടെ അവർക്ക് കിട്ടണമെന്നാണ് വിചാരിക്കാറ്. പക്ഷേ ഇവൾ അങ്ങനെയല്ലെന്ന് മുത്തശ്ശിയോട് പറയുന്നു. ബാലൻ പറഞ്ഞ കാര്യത്തോട് ശരിവെക്കുകയാണ് മുത്തശ്ശി. അത് ശരിയാണ്. തുടർന്ന് ബാലൻ മുത്തശ്ശിയോടായി പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ ഏതോ ഓർഫനേജുകാർ വന്ന് 2000-3000 ഒക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. മുത്തശ്ശിയോട് ഈ വക കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ എന്ന ചമ്മലോടെ മുത്തശ്ശിയെ നോക്കുന്ന അലീനയോട്, ചിരിക്കണ്ട, നിന്റെ ഈ സ്വഭാവം ശരിയല്ല കേട്ടോ. ആ രേവതിക്കുട്ടിയുടെ ആൾക്കാർ കാണാൻ വന്നപ്പം കൊടുത്ത പൈസയാണത്. എന്താ അല്ലേ എന്ന് ബാലൻ ചോദിക്കുന്നു. എന്താ ശരിയല്ലേ, അതിൽ നിന്നല്ലേ കൊടുത്തേ? അതുകൊണ്ട് തന്നെ ഞാൻ ഇവളെ ഇപ്പം കൂട്ടിക്കൊണ്ടുപോയി ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിക്കാനായിട്ടാണ് പോകുന്നത്. അതാവുമ്പോൾ ഇവൾക്ക് വരുന്ന ശമ്പളവും കിമ്പളവും എല്ലാം അതിൽ തന്നെ ഇടാമല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഇവൾ ഇനി ആർക്കും പൈസ ഇങ്ങനെ പിറക്കി കൊടുക്കില്ലല്ലോ. കുറച്ച് രൂപ കൂടി കയ്യിലെടുത്തോ എന്ന് ബാലൻ പറയുമ്പോൾ, കുറച്ച് പൈസ എൻ്റെ കയ്യിൽ വേണമെന്ന് അലീന പറയുന്നു. അത്യാവശ്യമുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മാത്രം ബാങ്കിൽ കൊണ്ടിട്ടാൽ മതി എന്നാണ് ബാലൻ പറയുന്നത്. ഇറങ്ങാൻ നേരത്ത് ബാലൻ അമ്മയോടായി യാത്ര പറയുന്നു. അമ്മ പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ വാതിൽ പൂട്ടിയിട്ട് പോയിക്കോളാം. ജോലി കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് വൈജ.
വന്നയുടൻ തന്നെ വീടിന്റെ കോളിംഗ് ബെൽ അടിക്കുന്നു. പക്ഷേ വാതിൽ വന്ന് തുറക്കുന്നത് ബബിതയാണ്. ബബിതയെ തന്നെ ഇങ്ങനെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ് പറ്റിയതെന്ന് ബബിത ചോദിക്കുമ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന് വൈജ മറുപടിയായി പറയുന്നു. ഇങ്ങനെ പോയാൽ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാതെ വൈജ അകത്തേക്ക് പോവുകയാണ്. ലീന ഉണ്ടാക്കിയ ഭക്ഷണം കൃഷ്ണ വൈജയ്ക്കായി നീട്ടുമ്പോൾ അത് നിരസിക്കുകയാണ്. കൃഷ്ണയോടും തട്ടിക്കയറുന്നു. ശേഷം അലീനയെ വിളിക്കുന്നു. ചോദിക്കുന്നു, ഇന്ന് നീ പുറത്തു പോയോ? അപ്പോൾ പോയി എന്ന് അലീന പറയുമ്പോൾ അമ്മയെ ഒറ്റയ്ക്കിട്ടിട്ടാണോ നീ പോയത്? അമ്മ ഒറ്റയ്ക്ക് ഇരുന്നോളാമെന്ന് സമ്മതിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അലീന പറയുന്നു. പുറത്തിങ്ങനെ കറങ്ങി നടക്കാനാണോ അതോ അമ്മയെ നോക്കാനാണോ നിനക്ക് ഞാൻ ശമ്പളം തരുന്നത്? കേൾക്കുന്ന അലീന മറുപടിയായി, യജമാനൻ പറഞ്ഞു പുറത്തു പോകാമെന്ന്. വീട്ടുജോലിക്കാരി അതനുസരിക്കുകയും ചെയ്തു. അമ്മയെ നോക്കണമെന്ന് നിനക്ക് ബാലനോട് പറയാമായിരുന്നില്ലേ? ബാലചന്ദ്രൻ സാർ തന്നെയാണ് അമ്മയോടത് സമ്മതിപ്പിച്ചത്. അവരുടെ ഇടയിൽ ഞാൻ പിന്നെ ഇടപെട്ടില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന കൃഷ്ണ കിട്ടിയല്ലോ കറക്റ്റ് മറുപടി എന്ന് വൈജയോടായി പറയുന്നു. ഇപ്പോൾ തുടർന്നുള്ള ചോദ്യത്തിലാണ് വൈജ, നിന്നെ എന്തിനാണ് ബാലൻ പുറത്തേക്ക് കൊണ്ടുപോയത്? ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടാണെന്നാണ് അലീനയുടെ മറുപടി. ഇത് കേൾക്കുന്ന വൈജ, നീ പറഞ്ഞിട്ടാണോ അങ്ങനെ ചെയ്യിക്കാനായി കൊണ്ടുപോയതെന്ന് ചോദിക്കും. ഇല്ല, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ഇങ്ങോട്ടാണ് പറഞ്ഞത് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന്. ഇന്ന് അലീന വൈജയോടായി പറയുമ്പോൾ ശമ്പളമില്ലാത്ത നിനക്ക് എന്തിനാണ് ബാങ്ക് അക്കൗണ്ട് എന്ന് വൈജ ചോദിക്കുന്നു. അതിനെന്തിനാണ് ശമ്പളം? 100 രൂപ മതിയല്ലോ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനെന്ന് അലീന വൈജയോട് തിരിച്ചു ചോദിക്കുന്നു. ഇരിക്കട്ടെ, നീ ബാലചന്ദ്രന്റെ കൂടെ കാറിലാണോ പോയതെന്ന് അലീന ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അലീന മറുപടിയായി, പിന്നെ ബാലചന്ദ്രൻ സാർ കാറിലും ഞാൻ കാറിന്റെ പിന്നാലെ നടന്നു പോകണമായിരുന്നു എന്ന് മറുപടിയായി പറയുന്നു. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന വൈജ, വേണ്ട, ഉദാഹരണമൊന്നും വേണ്ട എന്ന് തിരിച്ചു പറയുന്നു. ചോദിക്കുന്നതിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതിയെന്ന് അലീനയോടായി പറയുന്നു. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് അലീന വൈജയോട് ചോദിക്കും. എന്താ നിനക്ക് അർജന്റായിട്ട് എങ്ങോട്ടേലും പോകാനുണ്ടോ എന്ന് അലീനയോട് തിരിച്ചു ചോദിക്കുന്നു. ആദ്യം വന്ന സമയത്ത് പഞ്ചപുച്ഛം അടക്കി നിന്നവളാ, ഇപ്പോൾ വാക്കിന് വാക്ക് നോക്കിന് നോക്ക് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്താൻ തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ് ഇതൊക്കെ എന്നാണ് വൈജ പറയുന്നത്. മാഡത്തിനെ പോലെ ഇങ്ങനെ വായിൽ തോന്നിയതൊക്കെ സംസാരിക്കുന്നവരോട് ഒന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ തക്കതായ മറുപടി പറയണമെന്ന് അലീന പറയുന്നു. മിണ്ടാതിരുന്ന് കുറേ നാൾ നോക്കി, അതുകൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ നീ എന്നോട് തർക്കുത്തരം പറയാൻ തന്നെ തീരുമാനിച്ചു എന്ന് വൈജ ചോദിക്കുന്നു. അപ്പോൾ അലീന ചോദിക്കുന്നതിന് അതിനർഹിക്കുന്ന മറുപടി പറയും. അപ്പോൾ അതൊന്നും ഇവിടെ നടക്കത്തില്ല, ഞാൻ ഇവിടെ നിന്ന് പറപ്പിക്കുമെന്ന് അലീനയെ ഭീഷണിപ്പെടുത്തി വൈജ സംസാരിക്കുന്നു. എന്നിട്ട് അലീനയോടായി, നിനക്ക് ശരിക്കും വൈജയന്തിയുടെ സ്വഭാവം അറിയത്തില്ല, എന്നെ എതിർത്തുകൊണ്ട് ഈ വീട്ടിൽ വാഴാമെന്നാണോടി നിന്റെ വിചാരം? മറുപടിയായി അലീന, എനിക്കാരെയും എതിർക്കുകയും വേണ്ട, ഈ വീട്ടിൽ വാഴുകയും വേണ്ട, ഞാൻ പോകാൻ റെഡിയാണല്ലോ എന്ന് അലീന പറയുമ്പോൾ ദേഷ്യത്തോടെ വൈജ, എന്നാൽ ഇറങ്ങി പോടി എന്ന് അലീനയോട് പറയുന്നു. പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അലീനയോട് ചോദിക്കുമ്പോൾ, മാഡം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തില്ല. അലീനയുടെ ഈ രീതിയിലുള്ള പ്രതികരണം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വൈജ. ബാലചന്ദ്രൻ സാറും മനുവേട്ടനും കൂടിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. അവരിൽ ആരെങ്കിലും പറയട്ടെ, അപ്പോൾ ഞാൻ പോയിക്കൊള്ളാമെന്ന് അലീന പറയുന്നു. അപ്പോൾ ഇറങ്ങിപ്പോടിയെന്ന് ഞാൻ പറഞ്ഞാൽ നീ പോകത്തില്ലേ? ഇല്ലെന്ന് അലീന തീർത്തു പറയുന്നു. അപ്പോൾ അത്രയ്ക്ക് തൻ്റെ ഇടമായോ നിനക്കെന്ന് വൈജ തിരിച്ചു ചോദിക്കുന്നു. തുടർന്ന് ബാലചന്ദ്രൻ ഇങ്ങി വരട്ടെ, രണ്ടിലൊന്നിന്ന് തീരുമാനിച്ചിട്ടേ ഉള്ളൂ. ഇത് കേൾക്കുന്ന അലീന, പൊയ്ക്കോട്ടെ, അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് എനിക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന കൃഷ്ണ, ഇപ്പോൾ എല്ലാം ഓക്കെ ആയല്ലോ അല്ലേ എന്ന് കളിയാക്കൽ രൂപേണ വൈജയോട് ചോദിക്കുന്നു. ഇപ്പോൾ അമ്മയുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് വൈജ. നീ വന്നെന്ന് മനസ്സിലായി, കാരണം കുറച്ചു മുമ്പ് അപ്പുറത്ത് നിന്ന് ഒച്ചയും ബഹളവും ഒക്കെ ഞാൻ കേട്ടിരുന്നു. അമ്മ ഇങ്ങനെ പറഞ്ഞത് കേട്ട് വൈജ, ഓ അതാണോ ഞാൻ വന്നതിനുള്ള ലക്ഷണം? എവിടെയായി അമ്മ? പിന്നല്ലാതെ വൈകിട്ട് വരെ ഇവിടെ ഒച്ചയുമില്ല, അനക്കവുമില്ല, ബഹളവുമില്ല. നീ വന്നു കഴിയുമ്പോൾ മുതൽ ഇവിടെ ഒരു പടക്കളം പോലെയാണ്. കേൾക്കുന്ന വൈജ, ആ എല്ലാത്തിനെയും മേയിച്ചുകൊണ്ട് പോണ്ടേ, അപ്പോൾ കുറച്ച് ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ നടക്കില്ല. അപ്പോൾ അമ്മ ബാലചന്ദ്രൻ അലീനയുമായി ബാങ്കിൽ പോയ കാര്യം വൈജയോട് പറയുന്നു. അതിൻ്റെ പേരിലായിരുന്നു ഇപ്പോഴത്തെ ബഹളമെന്നാണ് വൈജയോട് ചോദിക്കുന്നത്. ഓ, അപ്പോൾ അമ്മയും കൂടെ അറിഞ്ഞിട്ടായിരുന്നോ ഇതൊക്കെ എന്ന് വൈജ തിരിച്ച് അമ്മയോട് ചോദിക്കുമ്പോൾ, അതൊരു നല്ല കാര്യമല്ലേ, നമ്മൾ കൊടുക്കുന്ന ശമ്പളം അതിന് ബാങ്ക് അക്കൗണ്ടിൽ ഇടാമല്ലോ. ഇത് കേൾക്കുന്ന വൈജ, അതിന് അവൾക്ക് എവിടെയാണ് ശമ്പളം? അവൾക്ക് വേണ്ടി ഹോസ്പിറ്റലിലായ ചിലവ് തന്നെ ഒരുപാട് പൈസയുണ്ട്. അതിൻ്റെ കണക്ക് തീർക്കാൻ തന്നെ അവൾ മാസങ്ങളോളം ശമ്പളമില്ലാതെ വേണം ജോലി ചെയ്യാൻ. ആ കണക്ക് തീരാതെ 5 പൈസ പോലും ഞാൻ അവൾക്ക് കൊടുക്കത്തില്ല. ഇത് കേൾക്കുന്ന അമ്മ, ആ പൈസ നീ അപ്പോൾ അവളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുമോ? അത് പിന്നെ പിടിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് വൈജ ചോദിക്കുന്നു. രൂപ 1.5 ലക്ഷത്തിന് മീതെയാണ് ആയിരിക്കുന്നതെന്ന് അമ്മയോട് പറയുന്നു. എന്താ ആ പൈസയ്ക്കൊന്നും വിലയില്ലേ എന്ന് അമ്മയോട് പറയുമ്പോൾ, എടി വീട്ടുജോലി ചെയ്യുന്ന ആ പാവത്തിന്റെ കയ്യിൽ നിന്ന് അത്രയും പൈസ മേടിച്ചെടുക്കാൻ കൊള്ളാം. അങ്ങനെ വീട്ടുജോലി ചെയ്യുന്നവളാണെങ്കിൽ നിലത്ത് വല്ലോ നിൽക്കണമായിരുന്നു. അവളോട് ആര് പറഞ്ഞു കസേരപ്പുറത്തോട്ട് കയറാൻ? ഇത് കേൾക്കുന്ന അമ്മ,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് എടുത്തതൊക്കെ വെറുതെ ആകുമല്ലോ. അല്ല, അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാലചന്ദ്രന് ഇത് എന്നാത്തിൻ്റെ കേടാ? അവളെ കാറിലൊക്കെ കയറ്റി ബാങ്കിലോട്ട് ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകാനായിട്ട് നാട്ടുകാർ കണ്ട എന്തോ വിചാരിക്കും? അപ്പോഴമ്മ നാട്ടുകാരെന്തോ വിചാരിക്കാനാണെന്ന് ചോദിക്കുമ്പോൾ വൈജ, ബാലചന്ദ്രന്റെ കാറിൽ ഞാനല്ല, എൻ്റെ മക്കളല്ല, പിന്നെ ആരാണ് കയറിയത്? ഇത് കണ്ട് നാട്ടുകാരെന്തൊക്കെ വിചാരിക്കും? ഒക്കെ കേട്ടിട്ട് മറുപടിയായി മുത്തശ്ശി, ബാലചന്ദ്രന്റെ കാറിൽ ആരൊക്കെ കയറണമെന്ന് നാട്ടുകാരാണോ തീരുമാനിക്കുന്നത്? നാട്ടുകാരാണോ അവന് കാർ മേടിച്ചു കൊടുത്തത്? അവരാണോ അവന് ചെലവിന് കൊടുക്കുന്നത്? നാട്ടുകാർ അവർക്ക് തോന്നിയതുപോലെ വിചാരിക്കട്ടെ, അതിന് നമ്മൾക്ക് എന്താണെന്ന് അമ്മ പറയുമ്പോൾ അമ്മ ഇങ്ങനൊന്നും പറയല്ലേ എന്ന് വൈജ പറയുന്നു. മുതലാളി ഇങ്ങനെ വീട്ടുജോലിക്കാരിയെ കാറിന്റെ മുൻ സീറ്റിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിലസുന്നത് ഒട്ടും തന്നെ ശരിയായ നടപടിയല്ല. ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനുള്ള ക്ഷീണം എനിക്കും എൻ്റെ മക്കൾക്കുമാണ്. അതൊക്കെ പോട്ടെ, അലീനയുടെ പണം ദിതി കണക്ക് ഇങ്ങനെ ബാങ്കിലിട്ട് സൂക്ഷിക്കണമെന്ന് ബാലചന്ദ്രൻ എന്താ ഇത്ര നിർബന്ധം? അവളുടെ ശമ്പളം അവൾ തോന്നിയ പോലെ ചെലവാക്കട്ടെ. ഈ വീട്ടില് പല വേലക്കാരികളും ഇതിനു മുമ്പ് ജോലിക്ക് നിന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ബാലചന്ദ്രൻ ഏത് ജോലിക്കാരിക്കാണ് ബാങ്ക് അക്കൗണ്ട് എടുത്തു കൊടുത്തിട്ടുള്ളത്? ഇതിനു മുമ്പ് ഇവിടെ നിന്ന കുഞ്ഞുമോളെ ബാലചന്ദ്രൻ ഒരിക്കലെങ്കിലും കാറിൽ കയറ്റിയിട്ടുണ്ടോ? ഇതൊക്കെ കേൾക്കുന്ന അമ്മ കളിയാക്കൽ രൂപേണ എന്താ അവരെയും കയറ്റണമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒന്നുകൂടെ ദേഷ്യം പിടിക്കുകയാണ് വൈജ. മറുപടിയായി വൈജ, അമ്മ ആരെയും കയറ്റാൻ പാടില്ല. അമ്മ, നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്, സമൂഹത്തിൽ നമുക്കൊരു നിലയും വിലയും ഉണ്ട്. 4-5 വേലക്കാരികളെ കാറിൽ കയറ്റി ബാലചന്ദ്രൻ ഈ നാട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കട്ടെ. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ വെറും ഒരു കൂതറയാണെന്ന് ഇവിടുത്തെ ആളുകൾ പറയും. എടി വൈജേ, അവൻ ആ കുട്ടിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കൊടുത്തു, അതിനാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവളുടെ പൈസ അവൾ സൂക്ഷിച്ചാലെന്താ, കളഞ്ഞാലെന്താ? ബാലചന്ദ്രൻ എന്താ നഷ്ടം? എടി, അത് ആരോരുമില്ലാത്തൊരു കൊച്ചല്ലേടിയെന്ന് അമ്മ അവളോട് പറയുന്നു. അങ്ങനെ ആരോരുമില്ലാത്തവളാണെങ്കിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം, അല്ലാതെ വീട്ടിലെ മുതലാളി കൈ കാണിച്ചാൽ ഓടി കാറിൽ കയറുകയല്ല വേണ്ടത്. നീ ഇപ്പോൾ ഇത്ര വലിയ സദാചാരം പറയുന്നുണ്ടല്ലോ. ഒരു കാലത്ത് നീ ആരായിരുന്നടി എന്നുള്ള അമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് വൈജ. ഇതോടുകൂടി 84ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.